ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വിശാലിനെയും യമുനയും ഒരുമിച്ച് കാണുന്ന ഗംഗ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അല്ല, നീ എന്താ വിശാലിന്റെ കൂടെ വരുന്നേ എന്ന് യമുനയോട് ചോദിക്കുമ്പം പെട്ടെന്ന് വിശാൽ ചാടിക്കയറി പറയും, അത് ഞാനിവക്കൊരു കമ്പനി കൊടുത്തതാ, അതാ വന്നത് എന്ന് ചോദിക്കാം. ഇനിയിപ്പോൾ സാരമില്ല, ഞാൻ കൂട്ടുണ്ടല്ലോ, അതുകൊണ്ട് വിശാൽ പൊയ്ക്കോ, യമുനയ്ക്ക് ഞാൻ കമ്പനി കൊടുത്തോളാം എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന വിശാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ വിശാൽ പോയി കഴിയുമ്പോൾ നമ്മുടെ യമുനയുടെ നല്ലൊരു അടി വെച്ച് കൊടുക്കുകയാണ് ഗംഗ. ചേച്ചി എന്താ ചേച്ചി എന്നപ്പം യമുന ചോദിക്കുക, നീ എന്ത് തോന്നിവാസമായി ചെയ്യുന്നത്? കണ്ട ആണുങ്ങളുടെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടി എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പം യമുന പറയും, ചേച്ചി അങ്ങനൊന്നുമല്ല, ജയപാലങ്കളുടെ മകനല്ലേ വിശാല്, അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കൂടെ വന്നത്. ദേ, ഇനിയും അവൻ്റെ കൂടെ ഞാൻ നിന്നെ കണ്ടാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പെരുമാറുന്നത്. പതിയെ പറ ചേച്ചി, അമ്മയെങ്ങാനും കേട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ എനിക്കത് ഓർക്കാനേ പറ്റില്ല. മിണ്ടിപ്പോകരുത് നീ. ദേ, ഇനിയും അവൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാനോ അവൻ്റെ കൂടെ ഇവിടേക്ക് വരികയോ ചെയ്യുന്നത് ഞാൻ കണ്ട നിന്റെ കാല് രണ്ടും തല്ലി ഒടിക്കുന്നത് ഈ ഞാനായിരിക്കും. ആരുടെ മകനാണെങ്കിലും നമ്മുടെ അച്ഛൻ മരിച്ചു, അതുകൊണ്ട് അത് കണ്ടറിഞ്ഞ് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ഗംഗ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന യമുന പേടിച്ച് വരച്ച്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി എന്ന് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം റിസോർട്ടിൽ നമ്മുടെ കാവേരി ജോലികളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം അവളെ ശ്രദ്ധിക്കാനായിട്ട് അടുത്ത് തന്നെ ആസിഫും ഉണ്ട്. ആസിഫ് ഓരോ കാര്യങ്ങളൊക്കെ വേണ്ട വിധം പറഞ്ഞു കൊടുക്കുകയാണ്. ഇതേ സമയം നമ്മുടെ നിവിന് എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് പോയി ഇരിക്കണം. അതിനുവേണ്ടി ആസിഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എടാ, നീ ഇവിടെ നിന്ന് മാറിക്കേ എന്ന് പതിയെ രഹസ്യമായിട്ട് പറയാം. എന്തിനാ? അതെ, പോയി ചക്കച്ചോള വറക്കാനായിട്ട് ഒന്ന് പോടാ. നിനക്കറിയത്തില്ലേ എന്തിനാണ് ഞാൻ കാവേരിയുടെ അടുത്തിരിക്കുന്നതെന്ന്? ദേ ആ പെങ്കൊച്ചിൻ്റെ ജോലി നീ ആയിട്ട് കളയിക്കരുത് എന്ന് പറഞ്ഞ് ആസിഫ് അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. എന്നിട്ട് കാവേരിയുടെ അടുത്തിരിക്കാം. എങ്ങനെയുണ്ട് കാവേരി, ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? ആ, പഠിച്ചു വരുന്നു, ഇവിടെ വന്നു തുടങ്ങിയതല്ലേ ഉള്ളൂ, എങ്കിലും നന്നായിട്ടാണ് പോകുന്നതെന്നാ തോന്നുന്നേ എന്ന് കാവേരി പറയാണ്. അല്ല, കാവേരിക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ ജ്യൂസോ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തരാം. ഇവിടുള്ള സ്റ്റാഫുകൾക്ക് നിവിൻ്റെ വക ഇടയ്ക്കിടയ്ക്ക് ജ്യൂസൊക്കെ ഉണ്ടോ എന്നപ്പോൾ കാവേരി ചോദിക്കും. ഏയ്, ഇത് കാവേരിക്ക് വേണ്ടിയുള്ള സ്പെഷ്യലാ എന്ന് പറയാം. അങ്ങനെ സ്പെഷ്യലൊന്നും എനിക്ക് വേണ്ട. അല്ല നിവിനെ, ഈ റിസോർട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം എത്ര വർഷമായി കാണും? ഒരു 30 വർഷത്തിന് വേണ്ടി ആയി കാണില്ലേ എന്ന് ചോദിക്കാം. ആ, ഏകദേശം 30 വർഷമൊക്കെ കഴിഞ്ഞു. അതായത് നിവിനുണ്ടായതിന് ശേഷമാണല്ലേ ഈ റിസോർട്ട് ഉണ്ടാക്കിയത്? ഏയ് അല്ലല്ല, എനിക്കത്രയ്ക്ക് പ്രായമൊന്നുമില്ല, ഐ ആം ജസ്റ്റ് 25 എന്ന് പറയാണ്. അതിന് നിവിൻ്റെ പ്രായം ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പം നിവിന് 25 വയസ്സേ ഉള്ളല്ലേ? അതേന്നേ, ഞാൻ കരുതിയത് ഈ റിസോർട്ടിൻ്റെ പ്രായം നിവിനും ഉണ്ടാവുക എന്നാ. എന്നെപ്പറ്റി ആവശ്യമില്ലാത്ത ഒരുപാട് ധാരണകൾ കാവേരിക്കൊണ്ടെന്ന് എനിക്ക് പണ്ടേ തോന്നിയതാ. അതൊക്കെ വേണ്ട കേട്ടോ, എന്നെപ്പറ്റി ഉള്ള ധാരണകളൊക്കെ മതി, തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയണേ. പെട്ടെന്ന് രാജേശ്വരി ആ വഴി വരുമ്പം കാവേരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിവിനെ കാണുന്ന രാജേശ്വരിക്ക് ദേഷ്യം വരിക. അപ്പോൾ ആസിഫിൻ്റെ അടുത്തേക്ക് ചെല്ലാം. നിന്നോട് എന്താ ആസിഫെ ഞാൻ പറഞ്ഞത്? അവൻ്റെ മേലൊരു ശ്രദ്ധ വേണമെന്നല്ലേ, എന്നിട്ട് നീ എന്താ ഇവിടെ വായി നോക്കി നിൽക്കുവാണോ എന്ന് ചോദിക്കുക. അത് പിന്നെ ആൻറ്റി, ഞാൻ ഇങ്ങോട്ടൊന്ന് മാറിയപ്പം അവൻ അവിടെ കയറി ഇരുന്നതാ. നിന്നെ ഞാൻ ഏൽപ്പിച്ച ജോലി ചെയ്യുക, അവൻ്റെ മേൽ നിൻ്റെ കണ്ണ് എപ്പോഴും വേണം. അവൻ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ടോ? അവളുടെ അടുത്ത് നിന്ന് അവനെ മാറ്റുക എന്ന് പറയണേ കേട്ടോ. അത് കേൾക്കുമ്പം ആസിഫ് നിവിൻ്റെ അടുത്തേക്ക് വരിക. എന്നിട്ട് അവനെ പിടിച്ച് മാറ്റി നിർത്തും. എന്നിട്ട് പറയും, എടാ, ആ പെങ്കൊച്ചിൻ്റെ അവസ്ഥ നിനക്കും അറിയാവുന്നതല്ലേ, അതുകൊണ്ടല്ലേ നീ അവൾക്ക് ഈ ജോലി മേടിച്ചു കൊടുത്തത്. നീയായിട്ട് തന്നെ അതിനാ ജോലി ഇല്ലെന്നാക്കുമോ എന്ന് ചോദിക്കുക. അതെ, ആൻറ്റി അവിടെ നിന്ന് നിന്നെയും കാവേരിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, നിന്നെ പിടിച്ച് മാറ്റാൻ പറഞ്ഞ് എന്നെ വിട്ടതാ എന്ന് പറയാണ്. അത് കേൾക്കുമ്പം നിവിൻ, അതെയോ, എന്നിട്ട് നീ പെട്ടെന്ന് വരണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മൂവാണ് കേട്ടോ. അപ്പം കാവേരി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ്. സമയം ജയപാലനാണെങ്കിൽ വളരെ നല്ലവനായിട്ട് ശാരദയുടെ അടുത്തേക്ക് ചെല്ലുക. കാവേരിയും യമുനയൊന്നും ആ സമയത്ത് വീട്ടിലില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ശാരദയും ഗംഗയും മാത്രമുള്ളപ്പം വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. എന്നിട്ട് പറയും, എന്ത് പണിയാ ശാരദ നിങ്ങൾ കാണിച്ചത്? ഞാനാണെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ അത്യാവശ്യമായിട്ടെന്നൊന്നും പാറിയതല്ലേ വീട് ജപ്തി ചെയ്തതെന്ന്. ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളിവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. നിങ്ങളപ്പോൾ എന്ത് ചെയ്തു? ആ വിനീതൻ്റെ കൂടെ സുജാതയുടെ വീട്ടിലേക്ക് പോയി. ഇതൊക്കെ എൻ്റെ അരവിന്ദൻ അറിഞ്ഞാൽ എന്നോട് ക്ഷമിക്കൂ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് സാരമില്ല, അവർ ഞങ്ങളുടെ ബന്ധുവല്ലേ ജയപാലേട്ടാ, അതുകൊണ്ട് അവിടെ പോയെന്ന് കരുതി ഒന്നും സംഭവിക്കാനില്ല. ഓ, ഇപ്പം നിങ്ങളെല്ലാവരും ബന്ധോ സ്വന്തോ. ഈ ജയപാലൻ പുറത്തുപോയി, അല്ലെങ്കിലും എൻ്റെ അരവിന്ദൻ മരിച്ചതോടുകൂടി നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഈ ജയപാലനോട് അകൽച്ചയാണെന്ന് എനിക്ക് എന്നേ തോന്നി തുടങ്ങിയതാ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എന്നോടിപ്പോൾ പറയാറുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ശാരദ പറയും, അതെന്ത് വർത്തമാനോ ജയപാലേട്ടൻ പറയുന്നത്? ഞങ്ങളെല്ലാം പറയാറില്ലേ? അല്ല, കാവേരി ഇവിടെ കാണാറില്ലല്ലോ. അതും ജയപാലേട്ടനോട് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ. രാജേശ്വരിയുടെ റിസോർട്ടിൽ അവൾക്ക് ജോലി കിട്ടിയ കാര്യം അന്ന് ജയപാലേട്ടൻ വിളിച്ച് പറഞ്ഞപ്പോൾ
പറഞ്ഞപ്പോൾ തന്നെ അവൾ ജോലിക്ക് പോയി തുടങ്ങുകയും ചെയ്തു എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പം അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി എന്ന് ജയബാലൻ പറയും. അപ്പം ശാരദ വിചാരിച്ചിരിക്കുന്നത് ജയബാലൻ പറഞ്ഞതുകൊണ്ടാണ് രാജേശ്വരി നമ്മുടെ കാവേരിക്ക് ജോലി നൽകിയതെന്നാണ്. പക്ഷേ അത് ശാരദയുടെ തെറ്റിദ്ധാരണയാണെന്ന് ആ പാവത്തിന് അറിയത്തില്ല. അപ്പം ജയബാലനെ കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കുകയാണ് ശാരദ ഇപ്പോഴും. ഒരു ചെറിയ പണത്തിൻ്റെ ഒരു കെട്ടുകൊണ്ടേ ശാരദയുടെ കയ്യിലേക്ക് കൊടുക്കുക. ദേ ശാരദ, ഇത് വെച്ചോ. നിങ്ങളുടെ വീടൊക്കെ ജപ്തിയായ സമയത്ത് ഞാൻ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ഒന്നും സാധിച്ചില്ല. കാവേരി മോള് വന്ന് കുറച്ച് കാശ് ചോദിച്ചപ്പോഴും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്ത് വീട് എടുത്തു തരുമായിരുന്നെന്ന് ശാരദ നിനക്കറിയാലോ എന്ന് ചോദിക്കുക. ഈ കാശിൻ്റെ ഒന്നും ആവശ്യമില്ല ജയബാലേട്ടാ. ഇപ്പം കാവേരിക്ക് ജോലിയുണ്ടല്ലോ, ഗംഗ തയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ അല്ലലില്ലാതെ ജീവിച്ചു പൊക്കോളും. ജയബാലേട്ടൻ ഇവിടെ വന്ന് ഞങ്ങളെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. വളരെ സന്തോഷമുണ്ട് എന്ന് പറയണം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വിനീതും ഉണ്ടല്ലോ, അതുകൊണ്ട് ഒറ്റപ്പെട്ടല്ലാണെന്നൊന്നും ഞങ്ങൾക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല എന്ന് പറയാം. അപ്പം ജയബാലൻ ആ കാശെടുത്ത് തിരിച്ചു വെക്കുകയാണ് കേട്ടോ. നിങ്ങൾ എന്നെ അന്യനായിട്ട് തന്നെയാണ് കാണുന്നത്. അരവിന്ദൻ ഉണ്ടായിരുന്നപ്പോഴുള്ള സ്നേഹവും അടുപ്പവും ഒന്നും ഇപ്പോൾ ഈ ജയബാലനോടില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. സാരമില്ല, എങ്കിലും അരവിന്ദൻ്റെയും കുടുംബത്തെ തഴയാൻ എനിക്ക് സാധിക്കില്ലല്ലോ. എന്താവശ്യം ഉണ്ടെങ്കിലും ശാരദയ്ക്ക് എന്നോട് പറയാം. മക്കളുടെയൊക്കെ മനസ്സിൽ എന്നെപ്പറ്റി എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ശാരദ വേണം അതൊക്കെ നീക്കം ചെയ്യാൻ എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ശാരദ പറയും, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവർക്കില്ല ജയബാലേട്ടാ. ജയബാലേട്ടൻ്റെ നല്ല ആളാണെന്ന് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ജയബാലൻ അവിടെ നിന്ന് ഇറങ്ങുവാണേ. അപ്പം ഗംഗ ചോദിക്കും, ശരിക്കും ഈ ജയബാലങ്കിള് നല്ലവനോ അതോ കെട്ടവനോ എന്ന് ചോദിക്കുകയാണ്. ദേ ഗംഗ, നീയും കാവേരി പറയുന്ന പോലെ തുടങ്ങരുത്. ജയബാലേട്ടൻ വളരെ നല്ല മനുഷ്യനാണ്. നിങ്ങളെയൊക്കെ കാണുന്നതിന് മുന്നേ അരവിന്ദേട്ടനോടൊപ്പം ഞാൻ കണ്ടു തുടങ്ങിയതാ ആ മനുഷ്യനെ. അന്ന് മുതൽ ഇന്ന് വരെ ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് ആ മനുഷ്യനും. നിങ്ങളുടെ അച്ഛൻ അങ്ങ് പുറത്തായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ആരാ? ജയബാലങ്കിള്. എന്നിട്ടിപ്പം അച്ഛൻ മരിഞ്ഞപ്പം ആ മനുഷ്യനില്ലാത്ത കുറ്റങ്ങളില്ല. കാവേരെ പിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. നീയും അങ്ങനെ തുടങ്ങരുത്. അവൾ ഇങ്ങനെ ഓരോരോ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ നീ വേണ്ടേ അതിൽ നിന്നൊക്കെ അവളെ പിന്തിരിപ്പിക്കാൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ വിനീതാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് സ്നേഹതീരത്തേക്ക് വരികയാണ്. ഇത് കാണുന്ന ജയബാലന് നല്ല ദേഷ്യം തോന്നുക. ഓ, നീയാണല്ലേ അപ്പോൾ ഇവരുടെ പുതിയ രക്ഷകൻ. എടാ ചെറുക്ക, നിന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന കാര്യങ്ങളല്ല ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഇവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാതെ നിന്റെ കാര്യം നോക്കി ആ തയ്യൽക്കടയായിട്ട് മുന്നോട്ട് പോകാൻ നോക്ക്. അതാ നിന്റെ തടിക്ക് നല്ലത് എന്ന് ജയബാലൻ പറയാണ്. അങ്കിൾ എന്താ ഈ പറയുന്നേ എന്നപ്പോൾ വിനീത് ചോദിക്കുക. അവരെ അന്ന് രക്ഷകൻ ചമഞ്ഞ് നിന്റെ വീട്ടിലേക്ക് നീ കൂട്ടിക്കൊണ്ടു പോയതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ വെറുതെ ഇരുന്നേ ഉള്ളൂ. പക്ഷെ ഇനിയും ആവശ്യമില്ലാതെ ഇവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് നിർത്തിക്കോ. അതെനിക്ക് ഇഷ്ടമല്ല. ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ഈ ഞാനുണ്ട്. അരവിന്ദൻ എന്നെ ഏൽപ്പിച്ചിട്ടാ ഇവർ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കുടുംബത്തിന് താങ്ങായി എന്നും ഈ ജയബാലൻ കാണും. നിന്റെ അനാവശ്യമായ ഇടപെടലൊന്നും എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. മര്യാദയ്ക്ക് ആ കടയെ നോക്കി നീ തയ്ച്ചോണ്ട് നിന്നാൽ നിന്റെ നടുവ് തന്നെ ഒടിയാതിരിക്കും എന്ന് പറഞ്ഞ് ഒരു ഭീഷണിപ്പെടുത്തിയിട്ട് ജയബാലൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പം ശാരദയും ഗംഗയൊന്നും ഇത് കാണുന്ന പോലുമില്ല. അപ്പം ശാരദ പെട്ടെന്ന് ഇറങ്ങി വരിക വിനീതിനെ കണ്ടുകൊണ്ട്. അപ്പോഴത്തേക്കും ജയബാലൻ പോയിട്ടുമുണ്ട്. അമ്മായി, ഇത് കുറച്ച് സാധനങ്ങളാ, എന്തിനാ മോനെ ഇതൊക്കെ മേടിച്ചത്? ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞ് വിനീതിൻ്റെ കയ്യിൽ നിന്നും ആ സഞ്ചികളൊക്കെ മേടിക്കുകയാണ് കേട്ടോ. അതൊന്നും സാരമില്ലെന്നേ, വീട്ടിലേക്ക് മേടിച്ചപ്പം ഞാൻ കുറച്ച് ഇവിടേക്ക് മേടിച്ചതാ എന്ന് വിനീത് പറയൂട്ടോ. ഇപ്പം കാവേരിക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. മോനിനി ഈ വീട്ടിലേക്കായിട്ട് ഒന്നും മേടിക്കേണ്ട കേട്ടോ എന്ന് ശാരദ പറയണ. പെട്ടെന്ന് ഗംഗ അവിടേക്ക് വരിക. അതെ വിനീതേട്ടാ, എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. എന്താ ഗംഗ, എന്താ കാര്യം? എനിക്ക് തയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിരുന്ന ആ ശിവക്ഷേത്രത്തിനടുത്തുള്ള കടയില്ലേ, അതിപ്പോൾ തുറക്കുന്നില്ല. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. വിനീതേട്ടൻ മേടിച്ചുകൊണ്ട് തരാവോ എന്ന് ചോദിക്കാം. അതിനെന്താ? അതോ ആ ശിവക്ഷേത്രത്തിലെ കടയില്ലേ, ആ കട നിർത്തി. അയാൾ ഗൾഫിൽ പോയി, അപ്പോൾ കട നിർത്തിയിട്ടാ പോയത് എന്ന് പറയാം. അതെയോ? ആ കടയുണ്ടായിരുന്നപ്പം എനിക്ക് എളുപ്പമുണ്ടായിരുന്നു സാധനങ്ങൾ മേടിക്കാൻ. ഇനിയിപ്പം മാർക്കറ്റിൽ പോകണ്ടേ എന്ന് പറയാണ്. അതോർത്ത് ഗംഗ വിഷമിക്കേണ്ട. ഗംഗയ്ക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ മേടിച്ചുകൊണ്ട് വരാം എന്ന് വിനീത് ഉറപ്പ് നൽകുകയാണ് കേട്ടോ. അപ്പം വിനീതിൻ്റെ ഈ വാക്ക് കേൾക്കുമ്പം ഗംഗയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. തൻ്റെ കുടുംബത്തോട് വിനീത് കാണിക്കുന്ന ദയയും കരുണയൊക്കെ ഗംഗയ്ക്ക് വിനീതിനോടുള്ള ചിന്താഗതി മാറ്റം വരുത്താനായിട്ട് സഹായമാകുന്നുണ്ട്. പക്ഷെ ഒരു വിവാഹം എന്ന ബന്ധത്തിലേക്ക് വരാൻ തക്ക മാറ്റമില്ലെങ്കിൽ പോലും വിനീതിനോട് മാനസികമായിട്ടൊരു അടുപ്പം വളരുന്നുണ്ട് കേട്ടോ.
ഇതേ സമയം രാത്രിയായിട്ടും നമ്മുടെ കാവേരി തിരിച്ചു വരാത്തത് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശാരദയ്ക്ക് ആകെ ടെൻഷനാവുക. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക, സമയം എത്രയായി എന്ന് പറയാണ്. അപ്പോൾ യമുന പറയും, എൻ്റെ അമ്മേ, കാവേരി ചേച്ചി വരുന്ന സമയം ആകുന്നതേ ഉള്ളൂ, ചേച്ചിയുടെ കൈ സ്കൂട്ടി ഉണ്ടല്ലോ, ഈ നാടൊക്കെ ചേച്ചിക്ക് കാണാൻ പാടുക, പെട്ടെന്ന് ഇങ്ങ് വന്നോളും, അതൊരു റിസോർട്ടല്ലേ, തോന്നിയ സമയത്ത് ഇറങ്ങി വരാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ ഗംഗയും പറയും, അമ്മ ആവശ്യമില്ലാതെ ഈ ടെൻഷൻ അടിക്കുന്ന പരിപാടി നിർത്ത്, ഇപ്പം തന്നെ അവൾ ഇങ്ങ് വന്നോളും എന്ന് പറയാണ് കേട്ടോ. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ പെട്ടെന്ന് നമ്മുടെ കാവേരി വരിക. ടെൻഡേ ഞാൻ എത്തിയല്ലോ എന്ന് പറയാണ്. എന്നിട്ട് എല്ലാവരുടെയും കയ്യിൽ ഓരോ മഞ്ചൊക്കെ കൊടുക്കുക. അതെ, ഇതൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. നീ എന്താടി വൈകിയത് എന്നപ്പം ശാരദ ചോദിക്കുക. എൻ്റെ അമ്മേ, എനിക്കങ്ങനെ തോന്നിവാസം ഇറങ്ങി വരാനൊന്നും പറ്റില്ല, കണക്കൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷമല്ലേ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. കേൾക്കുന്ന ശാരദ പറയും, ദേ മര്യാദയ്ക്ക് നേരത്തെയും കാലത്തും ഒക്കെ വരാൻ നോക്കണം, ഒരു പെൺകുട്ടിയാ നീ എന്ന് പറയാ. നീ വല്ലതും കഴിച്ചായിരുന്നോടി എന്ന് ഗംഗ ചോദിക്കുക. പിന്നെ അവിടുത്തെ ഭക്ഷണമൊക്കെ കണ്ട് അറിയണം ചേച്ചി, എന്തൊക്കെ ഐറ്റങ്ങളാണെന്ന് അറിയാവോ, ബീഫ് ചിക്കൻ ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ അടിപൊളി ഐറ്റം, അതൊക്കെ ഞങ്ങൾ സ്റ്റാഫുകൾക്കും കഴിക്കാന്നേ എന്ന് പറയാണ്. ഓ, അപ്പം പിന്നെ നീ വയറ് നിറച്ചത് കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ചപ്പാത്തി നിനക്ക് വേണ്ടായിരിക്കുമല്ലോ, സാരമില്ല, അല്ലെങ്കിൽ 3-4 ചപ്പാത്തിയുടെ കുറവുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നിനക്ക് കഴിക്കേണ്ടാത്തത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ ലാഭിഷായിട്ട് കഴിക്കാം എന്ന് ശാരദ പറയാം. അയ്യോ അങ്ങനെ പറയരുത്, എനിക്ക് വിശക്കും എന്ന് പറയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാവേരി പറയും, അതെ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറയാം. എന്ത് ഐഡിയ എന്ന് യമുനെ അപ്പം ചോദിക്കേ. നമുക്കൊരു ഹോം സ്റ്റേ തുടങ്ങിയാലോ. ഹോം സ്റ്റേയോ, നീ എന്താ ഈ പറഞ്ഞു വരുന്നേ എന്ന് ഗംഗ പറയാ. ഞാൻ ആ റിസോർട്ടിൽ നിന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. അവരും ആദ്യം ഹോം സ്റ്റേ ആയിട്ട് തുടങ്ങിയതാ, അതിനുശേഷം അത് വളർന്ന് പന്തലിച്ച് ഇപ്പോൾ കാണുന്ന ടീക്കപ്പ് റിസോർട്ടായി മാറ്റിയത്. നമ്മുടെ വീടും അത്യാവശ്യം വലിപ്പമുള്ളതല്ലേ, നമുക്കൊരു ഹോം സ്റ്റേ ആരംഭിച്ചാലോ. ഒരു ഹോം സ്റ്റേ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം കൂടും എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ശാരദ അടുക്കളയിലേക്ക് പോയായിരുന്നേ. അപ്പോൾ ഗംഗ ചോദിക്കും, നീ എന്താ ഈ പറഞ്ഞു വരുന്നേ. ഞാൻ സത്യവാ ചേച്ചി പറയുന്നത്, വളരെ നല്ല ബിസിനസ്സാണ് ഹോം സ്റ്റേ ബിസിനസ്. 1-2 മുറിയൊക്കെ വൃത്തിയാക്കി നമുക്കിവിടെ ഒരു ഹോം സ്റ്റേ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഗസ്റ്റുകൾ വരാൻ തുടങ്ങും, നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയാണ്. ഈ എന്തായാലും രാജേശ്വരി മേഡം അവരുടെ ബുദ്ധിയും കഴിവും പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ്. സ്വഭാവം എനിക്കിഷ്ടമല്ലെങ്കിലും അവരുടെ കഴിവ് നമ്മൾ മതിക്കണം. അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. 1-2 റൂമിൽ നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് കാണുന്ന റിസോർട്ടിൽ വളർത്തിയെടുത്തത് അവരൊറ്റ ഒരാളുടെ കഴിവാണ്. അവരുടെ ആ മിടുക്ക് എനിക്ക് അവരോടൊന്ന് പ്രശംസിക്കാനൊക്കെ തോന്നിയതാ എന്ന് പറയണോ. ഹോ, രാജേശ്വരി ആൻറ്റിയെ പ്രശംസിക്കാൻ മാത്രം നിന്റെ മനസ്സ് വളർന്നോടി എന്നപ്പം ഗംഗ ചോദിക്കുക. കഴിവിനെ നമ്മൾ അംഗീകരിക്കണം ചേച്ചി, അവരുടെ സ്വഭാവം ഒരുമാതിരി ചൊറിഞ്ഞതാണെങ്കിലും കഴിവുള്ള സ്ത്രീയാണ്, അവരിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. വളർന്നു വരുന്ന സംരംഭകർക്ക് അവരൊരു എക്സാമ്പിൾ തന്നെയാണ്, ഒരു പാഠപുസ്തകമോ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവരിൽ നിന്ന് ഞാനും ഇപ്പം പലതും പഠിച്ചു വരുന്നുണ്ട്. നമുക്കൊരു ഹോം സ്റ്റേ ആരംഭിച്ചാലോ എന്ന് ചോദിക്കാം. അപ്പോൾ ഇതും കേട്ടുകൊണ്ട് വരുന്ന ശാരദ പറയും, ഹോം സ്റ്റേയോ, അതായത് കണ്ട നാട്ടിൽ കിടക്കുന്ന ആൾക്കാരെ വീട്ടിൽ കയറി താമസിക്കുന്ന പരിപാടിയല്ലേ, അതൊന്നും ഇവിടെ നടക്കില്ല. 3-4 പെൺകുട്ടികൾ മാത്രമുള്ള വീടാ. ദേ കാവേരി, ആവശ്യമില്ലാത്ത വയ്യാവേലി പിടിച്ച് തലയിൽ വെക്കാനേ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ, ഒരു പ്രശ്നമില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഗംഗേച്ചിയുടെ കല്യാണം നടത്തണ്ടേ, നമുക്ക് കാശ് വേണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാരദ പാതി മനസ്സായിട്ട് നിൽക്കുക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ്